ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഴ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾക്ക് സാറിന്റെ ഒരു റിസംബ്ലൻസ് തോന്നി. ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ അവിടോട്ട് പോയിട്ടുമില്ല. റിസംബ്ലൻസ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, സാർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടും ഇവരാരാണെന്ന് തിരിച്ചെന്നെ പരിചയപ്പെടുത്തിയില്ല. അതിനെന്താ, ഞാൻ നിന്നെ പരിചയപ്പെടുത്താലോ. ഇത് വന്ദന ചേച്ചി, വർഷയുടെ സ്വന്തം ചേച്ചിയാ. ഇത് വന്ദന ചേച്ചിയുടെ മോള് ദിയ. ഹായ് വന്ദന. സത്യം പറയാലോ, വർഷയേക്കാൾ സുന്ദരിയാണ് വന്ദന. മുഖത്ത് നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമുണ്ട്. എന്ന് വെച്ച് വർഷ സുന്ദരിയല്ല എന്നല്ല കേട്ടോ. അപ്പോ എനിക്ക് സൗന്ദര്യമില്ലേ? അയ്യോ, അതുണ്ടല്ലോ. നല്ല ഓമനത്തുള്ള മോള്, ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ ഉണ്ട്. എവിടെയാ നാട്? അങ്ങനെ നാടും വീടും ഒന്നും ആയിട്ടില്ല ചേച്ചി. ഒറ്റത്തടിയായിട്ട് കറങ്ങി നടക്കുക. ഇവിടെ വന്നാ പിന്നെ കുറച്ചു ദിവസം താമസിച്ചിട്ടേ പോവാറുള്ളൂ. ഏട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ വന്നു കഴിഞ്ഞാ പോവാൻ ഇവൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയത് മഹാഭാഗ്യമെന്നാ ഇവൻ പറയുന്നത്. അല്ല, ഇപ്പോ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ലല്ലോ. എന്റെ മക്കളെല്ലാം വന്നോ? മോളെ സുഖാണോ അച്ഛമ്മേ? എന്റെ മാധവനെ കാണാൻ പറ്റാത്തതിലും അവന്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. മുത്തശ്ശി ഇപ്പൊ സുന്ദരിയായി. ആവൂലോ. കൊച്ചു കുട്ടികളെ പോലെ നിലത്ത് വെക്കാതെയല്ലേ വിക്രം മുത്തശ്ശിയെ കൊണ്ട് നടക്കുന്നേ. ഇവൻ മുത്തശ്ശിയുടെ പാദം വരെ തിരുമ്മി കൊടുക്കും. മതി മതി. മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജഗന്റെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മോള് വിശേഷങ്ങളൊക്കെ പറ, അച്ഛമ്മ കേക്കട്ടെ. വരുന്ന വഴിക്ക് ഞങ്ങൾ രാഖിയെ കണ്ടിരുന്നു. രാഖിയെ കണ്ടെന്നോ? ആ നാശം പിടിച്ചോളൂ വഴക്കിടാൻ വന്നോ നിന്നോട്? രാഖി? ഇല്ല മുത്തശ്ശി, രാഖി ആന്റി എന്നെ കാണാൻ വന്നതാ. ദിയമ്മക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു. ആരാ ഈ രാഖി ആന്റി? ഞങ്ങള് അടുക്കളയിൽ പോയി ചില സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചെല് ചെല്ല്. വാ മുത്തശ്ശി. വിക്രം, എനിക്കിപ്പഴാ നിന്റെ കുടുംബാന്തരീക്ഷത്തിന്റെ സെറ്റപ്പ് ശരിക്കും മണത്തത്. ഭാര്യ, ചേട്ടത്തി, കൊച്ചുമോള്, മുത്തശ്ശി, എനിക്കങ്ങ് കൊതിയാവുന്നതാ. എടാ, നിന്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഇനി പെമ്പിളേർ വല്ല ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. കെട്ടും. ഇങ്ങനെയാണെങ്കിൽ നിന്റെ പെരുവിരലുകൾ കൂട്ടിക്കെട്ടി നിലത്ത് കിടത്തി വിളക്കൊളുത്തി വയ്പ്പിക്കും ഞാൻ. അങ്ങനെ ഭൂതം വരൂന്നും കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്നൊക്കെയുള്ള കുട്ടിക്കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് കാണിക്കാതെ എന്നെ അങ്ങ് സെറ്റിൽ ചെയ്ത് വിടാൻ നോക്കും അച്ചു. അല്ലെങ്കിൽ യഥാർത്ഥ ഭൂതത്തെ കണ്ടു നീ പേടിക്കും. ഞാൻ ഇവിടെ കിടന്നങ്ങ് വിരവ് പോളിയാ. വർണ്ണംകുറുപ്പ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താണ് SCP എന്നെ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇരിക്കണം. താങ്ക് യു.
ഞങ്ങള് പോലീസുകാർക്കൊന്നും നേരവും കാലവും ഇല്ലല്ലോ സർ. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ആളും തരവും ഇല്ല എന്ന് പറയും പോലെ ആവും. അതെ അതെ, പല പഴയ സംഭവങ്ങളുടെയും ചുരുളഴിയുന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നാ. ആഹാ, മനസ്സിലായില്ല. പറയാം. പറയൂ. ഞാനിപ്പോ ഒരു കേസ് അന്വേഷണത്തിന്റെ പുറകിലാ. ഓ, ഏകദേശം 10 years ആയിട്ട് MLA ആയിട്ടിരുന്ന ഒരാളല്ലേ. ആ, അപ്പോ സാറിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അത് നല്ലതാ. ഇന്നത്തെ കാലത്ത് യൂണിഫോം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ വക ചിന്തകളൊന്നുമില്ല. തോളത്ത് എത്ര സ്റ്റാർ കയറിയാലും ഗുരുത്വം എന്ന് പറയുന്നൊരു സാധനം, അതിനാണ് തിളക്കം കൂടുതൽ. പിന്നെ ഏതിനെ കുറിച്ചാണ് ACPക്ക് അറിയേണ്ടത്? ഒരു ആക്സിഡന്റിനെ കുറിച്ചാ. സാറിന് ഓർമ്മയുണ്ടാവോന്നറിയില്ല, കുറച്ചുനാൾ മുന്നേ നടന്നതാ. മരിച്ചത് ഒരു വലിയ ബിസിനസ്സുകാരനും അമ്മയുമാ. ആളിന്റെ പേര് രാജീവ് മേനോൻ. സാറിന് ഈ രാജീവ് മേനോനെ അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഗുഡ്. ഈ ആക്സിഡന്റ് കേസ് അന്വേഷിച്ചു വന്നപ്പോ ആക്സിഡന്റ് നടന്ന പ്ലേസിൽ നിന്ന് ഒരു CCTV ഫുട്ടേജ് കിട്ടി. അന്ന് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. പക്ഷെ ആ ഫുട്ടേജിൽ നിന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഏകദേശം ആ സമയത്ത് സാറിന്റെ വണ്ടി പോലൊരു വണ്ടി ആ ഫുട്ടേജിൽ കണ്ടു. എന്റെ വണ്ടിയൊന്നും ആയിരിക്കില്ല. അതുപോലത്തെ എത്ര വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട്. അതെനിക്കും തോന്നി. അതാണ്. മഴയായതുകൊണ്ട് വണ്ടിയുടെ നമ്പർ വ്യക്തമല്ല. പക്ഷേ മഴ സമയത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾക്ക് സാറിന്റെ ഒരു റിസംബ്ലൻസ് തോന്നി. ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ അവിടെ പോയിട്ടുമില്ല. റിസംബ്ലൻസ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, സാർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. കൂടെ മറ്റൊരു കാറിൽ വന്ന ചില പ്രവർത്തകരുണ്ടായിരുന്നു, കുറച്ച് പൊളിറ്റീഷ്യൻസ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ശിങ്കിടികളൊന്നുമില്ല. ഉണ്ടായാലും പ്രോത്സാഹിപ്പിക്കാറുമില്ല. സാറിനല്ല, അന്ന് ആ മഴ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്ക് എന്നെ ഉദ്ദേശിച്ചുള്ളൂ. മാനത്തെ കൊട്ടാ